ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ കോളേജ് അടച്ചു. കോളേജ് H1N1 എന്നുള്ള രോഗം കാരണം എത്ര ദിവസത്തേക്ക് ആഗസ്റ്റ് ഇന്ന് മുതലാണെന്ന് തോന്നുന്നു, ഇന്ന് നാളെ മുതൽ ആഗസ്റ്റ് 6 മുതൽ 13 വരെ ക്ലോസ് ചെയ്തേക്കുക, അടച്ചിട്ടേക്കുക. സത്യം പറഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് മാത്രമുള്ളൂ ഇങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇല്ലയോ, നമുക്ക് നോക്കാം എന്തുവാന്ന്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ കുസാറ്റ് അങ്ങനെ കുറച്ച് കോളേജിലൊക്കെ ഇങ്ങനെ രോഗം പടർന്ന് കോളേജൊക്കെ അടച്ചിട്ട് നോർമലി. അതുകൊണ്ട് നമ്മുടെ കോളേജ് ഇതുപോലെ അടച്ചിട്ടു. സോ കുറേ പേർക്ക് ആവാതിരിക്കാനും അതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. 5 ദിവസം 6 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇല്ല കൊറോണ പോലത്തെ എന്ന് വെച്ചാൽ നമ്മൾ തുമ്മുമ്പം പടരും. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് കോളേജിലൊക്കെ എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ്, ഒരുമിച്ച് ഇരിക്കുന്നതാണ്, ഹോസ്റ്റലിൽ ഇരിക്കുന്നതാണ്. ആ ടൈമിലൊന്നും ആരും മാസ്ക് ഇടത്തില്ല. പിന്നെ അതുപോലെ തന്നെ കോളേജ് വരുമ്പോൾ മാസ്ക് ഇടത്തില്ല. അങ്ങനെ പടർന്ന് കുറേ പേർക്കാവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം കോളേജ് അടച്ചിരിക്കുന്നില്ലേ കേശവേ? അപ്പോൾ കേശവൊക്കെ നാട്ടിൽ പോകാൻ പോയില്ലയോ? അതാ എല്ലാവരും ഇനി നാട്ടിൽ പോയിട്ട് ഇനി 14 തോന്നുന്നു ഇത് വരുന്നത്, ഏതാ CS എക്സാം വരുന്നത്. ആ CS എക്സാമിന് ഇനി പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം നോട്ടീസ് വന്നത് കോളേജിൽ നിന്ന്. പിന്നെ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. മാസ്ക് വിയർ ചെയ്യുക, മാസ്ക് ഇടുക. മാസ്ക് ഇട്ടുകൊണ്ട് കോളേജ് വരും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുക. ഇപ്പം തന്നെ പറയാന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ ഉള്ളവർ മാസ്ക് ഇടുന്നില്ല, കോളേജ് വരുമ്പോൾ മാത്രം മാസ്ക് ഇടും. അതാണ് പിള്ളേരുടെ ഇപ്പോഴത്തെ അവസ്ഥ. കോളേജിൽ നിന്ന് ഒരാൾക്കുണ്ടെങ്കിൽ ഒരു റൂമിൽ 4-5 പേരാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു വീട്ടിലാണ്, എന്ന് വെച്ചാൽ റെൻ്റ് എടുത്ത ഒരു വീട്ടിലാണ്. ആ വീടിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് തരാം. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരൊക്കെ വരുമല്ലേ, സോ അവർക്ക് ഒരു 15 പേർക്കും 10 പേർക്കും സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പം കണ്ട ഒരു കലകൊല്ലാതെ കിടക്കും, പക്ഷെ ഞാൻ ഇവിടെ അല്ല നിൽക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നെ അടുത്ത ദിവസം ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ഒരു 10 പേര് കാണും, ഒരു 10-12 പേരൊക്കെ ഉണ്ട്. അന്നേരം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സംഭവം വരും, ഈ പന്നിപ്പനി എന്ന് പറഞ്ഞ സംഭവം വരും. അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഒരു റൂമിൽ നിൽക്കുന്ന 5 പേര് 4 പേരൊക്കെയാണ്. ഒരാൾക്കായാൽ മറ്റൊരാൾക്കാവും. അന്നേരം കോളേജ് മാത്രം മാസ്ക് ഇട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിന്നാൽ പോരാ, ഹോസ്റ്റലിലുള്ള പിള്ളേർക്കും ഇതേ സിറ്റുവേഷൻ ചെയ്യണം. സോഷ്യൽ ഡിസ്റ്റൻസ് ചെയ്യണം, മാസ്ക് ഇടണം, ഇല്ലെങ്കിൽ ഇതുപോലെ പടർന്ന് ആയിപ്പോവും. അതുകൊണ്ട് അവർക്ക് നേരത്തെ അറിയാം സംഭവം. നേരത്തെ ചെറിയ ഇഷ്യൂസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്ന് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് കൂടി, എന്ന് വെച്ചാൽ H1N1 എന്നുള്ള രോഗത്തിൻ്റെ കുറച്ച് കുറേ ആൾക്കാർ ഇനി എത്തി വന്ന് കുറേ ഹോസ്പിറ്റലിലൊക്കെയാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ കോളേജ് അടച്ചിട്ടേക്കുന്നത്. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പല ജില്ലയിൽ നിന്ന് വരുന്നത്, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, ട്രിവാൻഡ്രം. അതുകൊണ്ട് എല്ലാവരും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴോ കുറേ പേർക്ക് ആയിപ്പോവും. സോ എല്ലാവർക്കും ഒന്ന് പടരും. ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിരിക്കും എൻ്റെ ബെഞ്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ ബെഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ ഡേ സ്കോളറായിരിക്കും. സോ നമുക്കും അങ്ങനെ ഒരു രോഗം പടർന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു എത്ര ദിവസം ഇന്നടച്ചിട്ട് 6, 7, 8, 9, 10, 11, 12, 13 7 ദിവസം, ഒരാഴ്ച കോളേജ് അടച്ചിട്ടേക്കുവാ. ഇനി എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് മാറി വന്നാലേ തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി പഠിക്കാൻ പറ്റൂ. അതാണ് അവസ്ഥ. പിന്നെ ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ് ഭയങ്കര ഷോക്കാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ലെന്ന് വിചാരിക്കും. ചിലപ്പം നെറ്റ് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ കുറേ നേരം ഇരുന്ന് അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. സോ നമുക്ക് കുറച്ച് മടുപ്പ്, എനിക്കൊക്കെ മടുപ്പാകും. ഫോണിൽ നോക്കിയിരിക്കാനും കുറച്ച് മടുപ്പ് എനിക്ക്. ഇപ്പോൾ നമ്മൾ തന്നെ മാക്സിമം ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതുകൂടെ നോക്കിയിരിക്കുമ്പം കുറച്ച് മടുപ്പ് വരും. സോ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കോളേജിൽ പോയി പഠിക്കാനും ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്ക്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഇതുപോലെ മഞ്ഞപ്പിത്തം വന്നപ്പം ഫുള്ള് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് വലിയ ആ ടൈമിലൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാതൊക്കെ പോയി എക്സാം എഴുതി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്നും. എന്നുവെച്ചാൽ ഓൺലൈൻ ക്ലാസ് ആയി പോയില്ലേ. ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ചോദിക്കാനും പറയാൻ ആരുമില്ല. സോ പഠിക്കാൻ ഒരു ഇതില്ല, ക്ലാസ്സിൽ കയറുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി വന്നു. സോ എക്സാം അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചു. പിന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ചില ടൈമിൽ കയറാൻ പറ്റില്ലെന്ന് ഇരിക്കും, ചില ടൈമിലുണ്ട് കയറിയിരിക്കും, പക്ഷേ അറ്റൻഡൻസ് കിട്ടത്തില്ലായിരിക്കും. ചിലപ്പോൾ നമുക്ക് അറ്റൻഡൻസ് പറയും, ചിലപ്പോൾ അത് മാർക്ക് ചെയ്യാൻ മിസ്സ് മറന്നു പോകും.
അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. സോ അവിടെ പോയിട്ട് പഠിക്കുമ്പം അറ്റൻഡൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നമുക്കത് ആ ഒരു ഇതിലേക്കങ്ങ് പോകും. ഇടയ്ക്ക് വെച്ച് ഓൺലൈൻ ക്ലാസ്, പിന്നെ ഒരു ഓഫ്ലൈൻ ക്ലാസ്, അങ്ങനെയൊക്കെ ആയി പോയാൽ ഭയങ്കര മെനക്കേട്. അല്ലെങ്കിൽ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കണം. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എല്ലാവരും ഇനിയിപ്പം എല്ലാവരും റെഡി ആയി ആണ്ട് ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഇപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നീ എല്ലാവരും ഒരുങ്ങി നാട്ടിലേക്ക് മലപ്പുറം, കോഴിക്കോട് അങ്ങനെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും പോകും. വൈകിട്ടൊക്കെ ആകുമ്പോൾ എല്ലാ ട്രെയിനിൽ കയറി എല്ലാം പോവുക. എന്ന് വെച്ചാൽ കോളേജ് ഫുള്ള് ഇതാക്കണം, വെക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹോസ്റ്റൽ ഫുള്ള് വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ ഞാനും സേഫായിട്ടിരിക്കുക, നിങ്ങളും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കോളേജ് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. സോ അതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെക്കാം, ഞാൻ അപ്ലോഡ് ചെയ്ത് വരാം. ബാക്കി നമുക്ക് കോളേജിൽ പോയിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോസ്റ്റലുണ്ടോ, ഈ ഹോസ്റ്റലിലെ ഈ വീടിനെ പറ്റിയ റെൻറ്റും കാര്യങ്ങളും എത്ര പേരാ എന്നുള്ള ഒരു രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നമ്പർ കൊടുത്തേക്കാം. നമ്പർ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വിളിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലാക്കി പറഞ്ഞുതരാം. അതുപോലെ 2 ഹോസ്റ്റലുണ്ട്, 2 ഹോസ്റ്റലല്ല, 2 റെൻറ്റ് വീടുമല്ലേ. ഇവിടെ ആണെങ്കിൽ ആരും ചോദിക്കാനും പറയാൻ ആരുമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് കിടക്കാം, ആർക്കും പോകാം, ആർക്കും വരാം എന്നുള്ള രീതി മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.